Hi, so I hope you all are doing good. Okay, ഇപ്പം എൻ്റെ മുടി നനഞ്ഞ് കിടക്കുന്നുണ്ട് അറിയില്ല. I colored my hair. You guys have seen the video. ഇപ്പം തൽക്കാലം ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയോണ്ട് മുടി ഇത്രയും നനഞ്ഞ് കിടക്കുകയാണ്. അപ്പം പ്രോപ്പർ കളർ ലൈനിങ് പരിപാടി നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫുൾ ഒന്ന് സെറ്റായി റെഡിയായി ഹെയർ ഒക്കെ സ്റ്റൈൽ ചെയ്തിട്ട് വരാം. അപ്പോൾ വെൽക്കം ടു മൈ സിമ്പിൾ ഗെറ്റ് റെഡി വീഡിയോ. ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് ഒരു 2 to 3 മിനിറ്റ്സിന് ശേഷം വി ആർ അപ്ലൈയിങ് സൺസ്ക്രീൻ. I used to wear Lash Shield sunscreen. അത് ഭയങ്കര നല്ലതായിരുന്നു. ആൻഡ് അതിന് ശേഷം ഞാൻ എൻ്റെ സ്കിൻ ഡോക്ടർ ഞാൻ സ്കിൻ സീക്രറ്റ്സിലാണ് എൻ്റെ സ്കിൻ കാണിക്കുന്നത്. അപ്പം അഞ്ജന ഡോക്ടേഴ്സ് സോ ഗുഡ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കറക്റ്റായിട്ട് സോൾവ് ചെയ്തിരുന്ന ഒരാളാണ്. ചില എൻ്റെ ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ വേണ്ടെന്നും പറയുന്ന ആളാണ്. സോ എനിക്ക് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എൻ്റെ സ്കിന്നിന് ഓക്കെ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ മിൽക്കാണിത്. സോ മെഡിക്കേറ്റഡ് സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെതായ ഡിഫറൻസ് നമ്മുടെ സ്കിന്നിൽ വരും കേട്ടോ. ആൻഡ് ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. കാരണം എൻ്റെ സിസ്റ്ററിലേക്ക് ഈ സൺസ്ക്രീൻ അത്ര വർക്കല്ല. ആളുകളുടെ സ്കിൻ ഡിഫറൻസ് അനുസരിച്ച് നമുക്ക് ഏതാണോ ബെറ്റർ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും. എൻ്റെ സ്കിന്നിന് ദിസ് വൺ വർക്ക്സ്. ഐ തിങ്ക് സെൻസിറ്റീവ് സ്കിന്നിന് കുറച്ച് ബെറ്റർ ആയിരിക്കാം. അപ്പോൾ സൺസ്ക്രീൻ ഇട്ടു. ഇപ്പം ആക്ച്വലി സമയം 12:30 കഴിഞ്ഞു. എനിക്ക് 1 PM ഒരു പരിപാടി ഉണ്ട്. ലൈക്ക് ഞാൻ നിങ്ങളുടെ ഇവിടെ കിടന്ന് റീല് കാണാൻ മഞ്ജുവിന്റെ പെണ്ണ്. ഓക്കെ, ബാക്ക് ടു അവർ ടോക്ക്. സോ ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് സംതിങ്. ഞാൻ കുറേ നാളായിട്ട് പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ കുറേ പ്ലാനുകളുണ്ട്. അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്നൊക്കെ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ്. സോ അതിൻ്റെ ഫൈനൽ റൗണ്ട് മീറ്റിംഗ്സ് പരിപാടികൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ലെറ്റ് യു നോ ദാറ്റ്. അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് അതിന് വേണ്ടി വെക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫൗണ്ടേഷൻ. I wear a very thin layer of foundation. ഐ യൂസ് ടു വെയർ ഒരു പുട്ടികണക്ക് ഫൗണ്ടേഷൻ ഇട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് എൻ്റെ സ്കിന്നിൽ തീരെ കോൺഫിഡൻസ് ഇല്ലാതിരുന്നിട്ട് ഒരു ടൈമുണ്ട്. എപ്പോഴും പിമ്പിൾസ്, മാർക്സ്. അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാന്ന് പറയുന്നത് മേക്കപ്പ് ഇടാതെ പറ്റേ ഉണ്ടായിരുന്നില്ല. ആൻഡ് വെൻ ഐ കെയിം ഫോർ ദ കൺസൾട്ടേഷൻ വിത്ത് അഞ്ജന ഡോക്ടർ, എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എൻ്റെ മാർക്കും എൻ്റെ പിമ്പിൾ പ്രശ്നമായിരുന്നു. അപ്പം അത് മാറിയപ്പോൾ തന്നെ ഞാൻ പാതി കോൺഫിഡൻ്റ് ആയി. ലൈക്ക് എനിക്കിപ്പം പെട്ടെന്നൊരു സ്ഥലത്ത് പോകണമെങ്കിൽ എൻ്റെ സ്കിൻ എനിക്ക് ഭീകരമായിട്ട് മറ്റേ ലെയറിങ് ഫൗണ്ടേഷൻ ചെയ്യേണ്ട എന്നുള്ളൊരു നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ കുറേ നാൾ മുന്നേ ഈ പ്രൈമർ പിന്നെ സിറം, ഫൗണ്ടേഷൻ സിറം, ഇത് മിക്സ് ചെയ്യുക, ബ്ലെൻഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ടു ദുബായ്. എനിക്ക് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഞാൻ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ഒരു ചെറിയ ലെയർ ഓഫ് ഫൗണ്ടേഷൻ ഈ ഒരു ഓർഡറിലൊരു പരിപാടി നോക്കിയത്. ആൻഡ് ഇറ്റ് വർക്ക്സ് റിയലി നൈസ്. കാരണം സ്കിന്നിന് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ വൈകുന്നേരം വരെയും ഇറ്റ് ലുക്സ് ബെറ്റർ ഫോർ മൈ സ്കിൻ. അപ്പോൾ കുറച്ച് നാളത്തേക്ക് നമ്മുടെ സ്കിൻ റൂട്ടീൻ ലൈക്ക് മേക്കപ്പ് ഫൗണ്ടേഷൻ റൂട്ടീൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു വളരെ ചെറിയ ലെയർ ഓഫ് ഫൗണ്ടേഷൻ എടുക്കുക, ഒന്ന് അപ്ലൈ ചെയ്യുക. ആൻഡ് ദിസ് ഇസ് എ ഫൗണ്ടേഷൻ ഐ എം യൂസിങ്. ബോബി ബ്രൗണിൻ്റെ ഗോൾഡൻ നാച്ചുറൽ എന്ന് പറഞ്ഞ ഷെയ്ഡാണ് എനിക്ക് വർക്ക്. ഇത് ഭയങ്കര മറ്റേ ബ്രൈറ്റും അല്ല, നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ഓൾമോസ്റ്റ് ഒരു സിമിലർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ദെൻ വി വിൽ ഡു കൺസീലർ. ഞാൻ 2 ഷെയ്ഡ് കൺസീലർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ബോബി ബ്രൗണിൻ്റെ തന്നെ കൺസീലറാണ്, ഹണി എന്ന് പറഞ്ഞ ഷെയ്ഡിലുള്ള. ദെൻ കെ ബ്യൂട്ടീൻ്റെ 17 ടാൻ അങ്ങനെ പറഞ്ഞൊരു ഷെയ്ഡാണ്. അപ്പം ഇത് കുറച്ചൊരു പിങ്ക് അണ്ടർ ടോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കുറച്ചൊരു യെല്ലോ അണ്ടർ ടോണും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്കിത് രണ്ടും മിക്സ് ചെയ്തിടുമ്പോഴാണ് എപ്പോഴും നല്ല ഒരു ബെറ്റർ
അണ്ടർ ഐ കവറേജ് കിട്ടുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ജന്മന കണ്ണിനടി നല്ല കറുത്തയാണ്. എന്നോട് എല്ലാവരും ചോദിക്കും, കണ്ണിൻ്റെ എന്താ കറുത്തിരിക്കണേ, ഉറങ്ങിയില്ലേ എന്നൊക്കെ. പക്ഷെ ഞാൻ നന്നായി ഉറങ്ങുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ എൻ്റെ മാമിക്കും എൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും അത്യാവശ്യം കണ്ണിടയിൽ കറുപ്പുള്ളൊരു ഫാമിലിയാണ് നമ്മൾ. ഓക്കെ, സോ ഇത് മാക്സിമം എനിക്ക് ഫുള്ളി കവർ ചെയ്യേണ്ട, മാക്സിമം ഒരു കുറച്ചൊരു കവറിങ് പോലെ എന്ന രീതിയിലാണ് ഞാൻ കൺസീലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതൽ ഉപയോഗിക്കുക ഈ യെല്ലോ അണ്ടർടോൺ ആണ്. ബട്ട് ഒരു ബെറ്റർ ഒരു ക്ലീൻ കവറേജിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പിങ്ക് അണ്ടർടോണുള്ള കെ ബ്യൂട്ടിയുടെ കൺസീലർ യൂസ് ചെയ്യും. So 1 2 3 done. Okay, ഇത് നന്നായിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്യാം. ഐ ബ്ലെൻഡ് ഇറ്റ് വിത്ത് ഹാൻഡ്സ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് കുറച്ചും കൂടെ ബെറ്റർ ബ്ലെൻഡിങ് കൊടുക്കുക. അപ്പം ഭയങ്കര സീംലെസ് ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. യെസ്, വേണ്ട ഫുള്ളായി കവറേജ് ആയിട്ടില്ല, ബട്ട് ഒരു ബെറ്റർ അണ്ടർ ഐസ് കിട്ടും. സോ യാ, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ടാ, സോ മൈ ഫേവറേറ്റ് ബ്ലഷ് ആണിത്, റയർ ബ്യൂട്ടീൻ്റെ. ഐ യൂസ് ബ്ലഷ് 2 times. ഒന്ന് പൗഡർ ചെയ്യുന്നതിന് മുന്നേയും പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരിത്തിരി ടിൻറ്റ് ഇവിടെയും. സോ എനിക്ക് ബ്ലഷ് എന്ന് വെച്ചാൽ ജീവനാണ്. മൈ ഫ്രണ്ട്സ് നോ എനിക്ക് പറ്റുന്ന അത്രയും ബ്ലഷ് ഇടുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് പല പല ബ്ലഷുകൾ എപ്പോഴും ഞാൻ മാറി മാറി ട്രൈ ചെയ്യുന്നതാണ്. ഈ ഒരു ബ്ലഷാണ് എനിക്കൊന്ന് ഞാൻ ഒത്തിരി നാൾ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓൾവേസ് ഇൻ മൈ മേക്കപ്പ് പൗച്ച് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരെണ്ണം ഇതാണ്. സോ ഐ യൂസ് ബ്ലഷ് വിത്ത് മൈ ഹാൻഡ്സ്. ലിക്വിഡ് ബ്ലഷ് ആണ് ഞാൻ കുറച്ച് ബ്രഷ് ഉപയോഗിക്കും. ഇഫ് ഇറ്റ്സ് ക്രീമി ബ്ലഷ് ലൈക്ക് ദിസ്, നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യും. ഓക്കെ, ഞാൻ കുറച്ചും കൂടെ ബ്ലഷ് ഇടുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴൊക്കെ ബ്ലഷ് ഇട്ട് ഇറങ്ങുന്നുണ്ടോ ഫാഹിമിൻ്റെ കോംപ്ലിമെൻ്റ് എനിക്ക് എപ്പോഴും കിട്ടുന്നതാണ്. എവിടെയെങ്കിലും ഇടിച്ച് വീണായിരുന്നോ, കവിൾ ചുമന്നിരിക്കുന്നു എന്നോട് എപ്പോഴും പറയും. പറഞ്ഞു എനിക്ക് മറ്റേ പുറത്തിറങ്ങുമ്പോൾ ടെൻഷൻ എൻ്റെ മുഖത്ത് ബ്ലഷ് കൂടിയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കേട്ട് വളർന്ന ഒരാളായതുകൊണ്ട് ഇപ്പം ഞാൻ ബ്ലഷ് ഉപയോഗിക്കുന്നത് ഇത്തിരി കുറച്ചിട്ടുണ്ട്, ബട്ട് എന്നാലും ഞാൻ ഉപയോഗിക്കും. ഇനി നമ്മൾ ഫേസ് പൗഡറിന് മുന്നേ കുറച്ച് നേരം ഇതങ്ങനെ ഇരിക്കട്ടെ. ആ ഗ്യാപ്പിൽ നമ്മുടെ മുടി ഓൾമോസ്റ്റ് ഡ്രൈ ആയി തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ മുടിയിൽ വേണ്ട പരിപാടികളൊക്കെ ചെയ്യാം. ഐ യൂസ് ദിസ് ബോണ്ടിങ് ഓയിൽ. ഒരു 2 or 3 drops എടുക്കുക. and I apply it. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഐ ഡു ഇറ്റ്. അത് കഴിഞ്ഞിട്ട് ലിറ്റിൽ ബിറ്റ് സിറം. ഇത് തീർന്നു കേട്ടോ. ഓക്കെ, ദ സ്റ്റോറി ബിഹൈൻഡ് മീ യൂസിങ് സിറം എന്ന് വെച്ചാൽ, എനിക്ക് മുന്നേ കേളി ഹെയറിനകത്തപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് നമ്മൾ ഈ സ്ട്രൈറ്റ് ഹെയർ ചെയ്യുമ്പോഴാണ് അതിന് കുറേ സ്റ്റൈലിങ്, ഹെയർ സിറം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ ബോട്ടോക്സ് ചെയ്ത സമയത്ത് മേടിച്ചതാണ് ഈ സിറവും പരിപാടിയൊക്കെ. ഐ ഹാവ് ലൈക്ക് എ കേളർ, സ്ട്രൈറ്റ്നർ, ഇതൊക്കെ ഇപ്പോഴാണ് എനിക്ക് വന്നത്. പക്ഷേ അന്ന് ഞാൻ ചെറിയ ബോട്ടിൽ മേടിച്ചത് ലൈക്ക് എന്തായാലും ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വലിയ കാര്യമാക്കിയില്ല. പക്ഷെ പിന്നീട് എൻ്റെ കേളി ഹെയർ റീഗ്രോ ചെയ്ത് ഇപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മുടെ ഹെയർ ഓരോ സാധനം വെച്ചാണ് ഞാൻ സ്റ്റൈൽ ചെയ്യുന്നത്. കാരണം ഈ ചുരുണ്ട മുടിയായതുകൊണ്ട് ഇപ്രാവശ്യം നന്നായെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഇതേ ഹെയർ കെയർ റൂട്ടീൻ ചെയ്താൽ നന്നാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ വട്ടം ട്രൈ ചെയ്ത് ഐ ഗോട്ട് എ ഗുഡ് ഹെയർ ടെക്സ്റ്റ് ആഫ്റ്റർ യൂസിങ് ദിസ് സിറം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാക്കിയേ ഉള്ളൂ. ആൻഡ് മൈ കേൾ ക്രീം, കേളപ്പിൻ്റെ കേൾ ഡിഫൈനിങ് ക്രീമാണ്. അതൊരു കുറച്ച്
നമ്മൾ ഈ ഒരുപാട് ഹെയർ കെയർ സ്കിൻ കെയർ പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാറുണ്ടല്ലേ നമ്മുടെ പേജസ് നിന്ന്. ആൻഡ് അതിന് എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നു പറയൂല, ലൈക്ക് ഇറ്റ്സ് ഓൾവേസ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾസ് സ്കിൻ ആൻഡ് ഹെയർ. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ റീയൂസ് ചെയ്യുന്ന, വീണ്ടും വീണ്ടും പർച്ചേസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഈ കേളപ്പിൻ്റെ കേൾ ഡിഫൈനിങ് ക്രീമാണ്. ഐ റിയലി ലവ് ദ ടെക്സ്ചർ. പിന്നെ എനിക്ക് ചില പ്രോഡക്റ്റ്സ് തലയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് തലവേദന വരും. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാത്തതാകെ ഇത് ഉപയോഗിച്ചിട്ടാണ്. ഇത് ലൈറ്റ് ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പുറത്ത് വെക്കാം. മഞ്ഞ കളറായിട്ടുണ്ട്, പക്ഷെ ഓക്കെ അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ ഫോർ ദ ബാക്കി റെഡിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് അവർ ഫേസ് പൗഡർ. ഇതും കെ ബ്യൂട്ടീൻ്റെ ആണ്. എൻ്റെ ഐബ്രോസ് കുറച്ച് നീളം കൂടുതലുണ്ട്, അല്ലെങ്കിൽ ഇത് ഇത്തിരി കുറവും ഇത് ഇത്തിരി കൂടുതലുമാണ്. അത് ഞാനിപ്പം കറക്റ്റ് അലൈൻ ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ എൻ്റെ വെട്ടി കൊടുക്കുന്നു. എനിക്കറിയില്ല ഇത് ലാസ്റ്റ് എല്ലാം കൂടെ പോകുമെന്ന്, ബട്ട് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കി. ഓൾമോസ്റ്റ് ഒരു 1 month ആയിട്ട് ഞാൻ അതിൻ്റെ പിറകില്ല. ലൈക്ക് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വേറെ രീതിക്കും ഇതിൻ്റെ ഗ്രോത്ത് വേറെ രീതിക്കാണ്. എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാവ് ദാറ്റ് അല്ലേ? അങ്ങനെ പറഞ്ഞാണ് ഞാൻ തൽക്കാലം സമാധാനിക്കുന്നത്. Anyway, let's fill it. I hope this works. ചെറിയൊരു വ്യത്യാസമുണ്ട്. These 2 sheets 1 2 3 4 5 ഈ 5 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ടൊരു കളറാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. കണ്ണെഴുതുന്നത് എന്താ ഞാൻ അപ്പുറത്ത് പോയെന്ന് വെച്ചാൽ, എനിക്ക് ഈ വിങ് എഴുതാമെന്ന് പറയുന്നത് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്താ പരിപാടി എന്നുള്ളത്. അപ്പം എപ്പോഴും ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും പോകാറുണ്ട്. അപ്പം മാക്സിമം കൃത്യമായിട്ട് കണ്ണാടിയിൽ നോക്കി ചെയ്താൽ എനിക്കിത് വരുള്ളൂ. എന്നിട്ടും ഇപ്പം ഇത് രണ്ടായിട്ടാണുള്ളത്. ബട്ട് വലുതായിട്ട് അറിയാത്തതുകൊണ്ട് നമ്മളിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ആൻഡ് വി വിൽ യൂസ് എ മസ്കാര. എല്ലാ പ്രാവശ്യവും മസ്കാരാസ് മാറി യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഐ ഓൾവേസ് ബൈ മിനി സൈസ്, കാരണം ഒരാളെ യൂസ് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വളരെ വേഗം തീരും. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സമയത്ത് ഇത് യൂസ് ചെയ്യണം. അപ്പം ലൈക്ക് ഇതിൻ്റെ ബിഗ്ഗർ സൈസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നഷ്ടമാണ്. സോ എത്രയോ നാളായിട്ട് ഞാൻ എല്ലാ മസ്കാരാസും മേടിക്കുകയാണെങ്കിലും ടെസ്റ്റർ ആണെങ്കിലും എല്ലാം ചെറിയ സൈസാണ് മേടിക്കുന്നത്. കാരണം ഒന്ന് ഹാൻഡിയാണ്, പിന്നെ നമുക്ക് മറ്റേ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്യില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാതെ കേടായി പോയാലും അയ്യോ ഇത്തിരി പൈസ അല്ലേ പോയുള്ളൂ എന്നൊരു ഫീലിംഗ് ആണ്. ലിപ്സ്റ്റിക് $15-20 മിനിറ്റ്സിനുള്ളിലാണെന്ന് തോന്നി പരിപാടി എല്ലാം നമ്മൾ നടത്തിയത്. നമ്മൾ പറയണക്ക് നമ്മുടെ ഹെയർ കേൾസ് അതിൻ്റെ കളർ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ലൈക്ക് ഹെയർ നാച്ചുറൽ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് അതിൻ്റെ കളറും പുറത്തേക്ക് വന്നു തുടങ്ങും. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. I hope I didn't made you guys bored. Okay, bye.